ബലാത്സംഗ കുറ്റമടക്കം ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്ത് MLA കൂടിയായ മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. അതിനെ തുടർന്ന് ധാരാളം വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസുകൾ അന്വേഷിക്കാനായിട്ട് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ നമ്മുടെ സർക്കാരിനെതിരായിട്ട് ഏത് വകുപ്പുകൾ ചേർത്തായിരിക്കും കേസെടുക്കുക, അല്ലെങ്കിൽ കേസെടുക്കേണ്ടത്? വാസ്തവത്തിൽ ഈ കേസിലെ പ്രധാന പ്രതി അഥവാ ഒന്നാം പ്രതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതുപോലെ രണ്ടാം പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ സർക്കാരിനെ നയിക്കുന്ന CPMന് സാധിക്കുകയുമില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൈകാര്യം ചെയ്ത് വഷളാക്കി നശിച്ച് നാണക്കല്ല് പിടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവസാനം സർക്കാരും CPMും സ്വയം പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുകയാണ് ചെയ്തത്. ഈ റിപ്പോർട്ട് പുറത്ത് വന്നത് മുതൽ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൊച്ചു കുട്ടികൾ പോലും അത് ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ കഴിഞ്ഞ 4.5 കൊല്ലം പൂഴ്ത്തി വെച്ചു എന്നുള്ളത്? ചോദിച്ച് ആ ചോദ്യത്തിൻ്റെ മുനയങ്ങ് നഷ്ടപ്പെട്ടു. പക്ഷേ ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിന് തൃപ്തികരമായ ഒരു മറുപടി കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് വീണ്ടും ചോദിച്ചു പോവുകയാണ്. ഈ റിപ്പോർട്ട് സർക്കാർ വായിച്ചതാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ അത് കണ്ടതും അതിലൂടെ കടന്നുപോയതുമാണ്. ഇതിന് ഒരു മാരകമായ പ്രകടശേഷിയുണ്ടെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. വളരെ സെൻസിറ്റീവായ ഒരു റിപ്പോർട്ടാണ്. കാരണം വളരെ സ്വാധീനമുള്ള ഒരു വ്യവസായ മേഖലയാണ് സിനിമയെന്ന് പറയുന്നത്. അതിലെ വമ്പന്മാർ, അല്ലെങ്കിൽ ആ മേഖലയെ നയിക്കുന്ന ആളുകൾ, ചിലപ്പോൾ താരരാജാക്കന്മാർ, അല്ലെങ്കിൽ സംവിധായകർ, നിർമ്മാതാക്കൾ, ഇവരുടെയൊക്കെ പേരുകൾ ഒരുപക്ഷെ ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടാവാം. അതൊക്കെ പുറത്തുവിട്ടാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്, ഒരു വല്ലാത്ത വിഷമത്തിലാവും. പക്ഷെ സർക്കാർ എന്തിനാണ് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടസ്സം നിന്നത്? ഇതിൽ ആരുടെയെങ്കിലും പേരുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്താ സർക്കാരിൻ്റെ മച്ചാന്മാരാണോ? അവരെ സംരക്ഷിക്കേണ്ട എന്തെങ്കിലും ബാധ്യത സർക്കാരിനുണ്ടോ? ഇതാണ് പിണറായി സർക്കാർ ചെയ്ത ഒന്നാമത്തെ കുറ്റം. രണ്ടാമത്തെ കുറ്റം എന്ന് പറയുന്നത്, ഇത് വിവരാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ചാണ്, അല്ലെങ്കിൽ ഒരു വിധി അനുസരിച്ചാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കമ്മീഷൻ പറഞ്ഞിരുന്നു ചില വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടി. അത് മൊഴി കൊടുത്ത ആളുകളുടെയാണ്, അല്ലെങ്കിൽ ഇരകളായ ആളുകളുടേതാണ്. അപ്പോൾ അവരുടെ സ്വകാര്യത, അവരുടെ മാന്യത നമ്മൾ സംരക്ഷിക്കണം. അതിനുവേണ്ടി ചില ഭാഗങ്ങൾ അവരത് നോട്ട് ചെയ്ത് കൊടുത്തിരുന്നു, അത് പ്രസിദ്ധീകരിക്കരുത്, ബാക്കി കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടാൽ മതി എന്നാണ്. പക്ഷേ ഗവൺമെൻറ് എന്താ ചെയ്തത്? ഈ കമ്മീഷൻ പറഞ്ഞത് കൂടാതെ വേറെയും ചില ഭാഗങ്ങൾ അങ്ങ് തമസ്കരിച്ചു, അല്ലെങ്കിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടത് ചേർത്തില്ല. ഇതാണ് രണ്ടാമത്തെ കുറ്റം. അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, ആദ്യ ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണ് ഇവിടെയും ലഭിക്കുക. ആരെയോ സംരക്ഷിക്കാൻ ഗവൺമെൻറ് ആഗ്രഹിച്ചു, അതുകൊണ്ട് അത് ഒളിപ്പിച്ചു വെച്ചു. എന്തായാലും റിപ്പോർട്ട് പുറത്തു വിടേണ്ടി വരുമെന്ന് സർക്കാരിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതിൻ്റെ ഉള്ളടക്കവും അവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോഴെന്താ വാസ്തവത്തിൽ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്? ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം, നേരത്തെ തന്നെ ആലോചിക്കണം. മന്ത്രിസഭയ്ക്കത് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ കക്ഷി നേതാക്കൾക്ക്, മുന്നണിയിലെ കക്ഷി നേതാക്കൾക്ക് ചർച്ച ചെയ്യാം. ഇനി ഇവരെ ഒന്നും ഇക്കാര്യത്തിൽ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിൽ CPMൻ്റെ നേതാക്കൾക്ക് അതിനൊരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്നൊരു ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇത് ചർച്ച ചെയ്യാം. എന്നിട്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണമായിരുന്നു ഇത് പുറത്തേക്ക് വിടാൻ. പക്ഷേ ഇതുവരെ നടന്ന കാര്യങ്ങൾ നോക്കുമ്പോഴേ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹത്തെ ഇതിൻ്റെ മുഴുവൻ ചുമതല ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത് എന്നാണ്. എന്നാൽ സർക്കാരിനെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. പതിവ് പോലെ പറഞ്ഞതൊക്കെ കുളമായി. സർക്കാർ ഇന്നും കൊട്ടിഘോഷിക്കുന്ന ഈ സ്ത്രീപക്ഷ
അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ നയത്തിനനുസരിച്ചുള്ള നിലപാടുകളല്ല മന്ത്രി സ്വീകരിച്ചത്. അച്ചായൻ ആദ്യം പറഞ്ഞു ഈ റിപ്പോർട്ടിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും കേസെടുക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും പരാതി തരണം, പരാതി വരട്ടെ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ആരും പരാതി നൽകാതെ തന്നെ കേസുകൾ എടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ കേസിൽ കുറ്റാരോപിതനായ രഞ്ജിത്ത്, അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ടൊരു ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു വിശ്വോത്തര ചലച്ചിത്രകാരനാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തെ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. ഈ റിപ്പോർട്ടിൻ്റെ പേരിലെടുത്ത നടപടികളെ ന്യായീകരിക്കാൻ പല മണ്ടത്തരങ്ങളും സർക്കാരിന് ചെയ്യേണ്ടി വന്നു. നേരത്തെ ഇതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടൊരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു. അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ തക്ക കണ്ടെത്തലുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറ്റാരോപിതയായ സ്ത്രീ കൊടുത്ത ഒരു കത്ത് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കി എന്നതൊഴിച്ചാൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള യാതൊരു കണ്ടെത്തലുകളും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും റിപ്പോർട്ട് കിട്ടിയ ഉടനെ ഉമ്മൻചാണ്ടിക്കെതിരെ ജാമ്യമില്ലാത്ത കേസെടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. അവസാനം അത് ചീറ്റിപ്പോയി. അതിൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ കേസ് വന്നപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചൊരു ന്യായം അതായിരുന്നു. ഏതെങ്കിലും പരാതി ഇല്ലാതെ കേസെടുക്കുകയാണെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് എടുത്തതുപോലെ ആയിപ്പോകും എന്നാണ് സർക്കാർ പറഞ്ഞത്. അതായത് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ തെറ്റാണ് ചെയ്തത് എന്നുള്ള കുറ്റസമ്മതമായിരുന്നു സർക്കാരിൻ്റേത്. അതും പോരാഞ്ഞാണ് സിനിമാ നയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചപ്പോഴേ അതിലും നമ്മുടെ മുകേഷിനെ പിടിച്ചിട്ടു. ഇനി മുകേഷ് ഇല്ലാതെ നമുക്കൊരു സിനിമാ നയം ഉണ്ടാക്കാൻ സാധിക്കുമോ? വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് സർക്കാരിൻ്റെ ഒരു ധാർഷ്ട്യമാണോ അതോ വിവരക്കേടാണോ? ഇതിലേതാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ട് 4.5 കൊല്ലം പൂഴ്ത്തിവെച്ച സർക്കാരാണ്. വളരെ പ്രധാനപ്പെട്ട ശുപാർശകളടങ്ങുന്ന ഒരു റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ അതുപോലും പൂഴ്ത്തിവെച്ച സർക്കാർ എന്തിനാണ് ഇത്ര തിടുക്കം പിടിച്ച് ഒരു സിനിമാ നയം ഉണ്ടാക്കുന്നതിന് കമ്മിറ്റി ഉണ്ടാക്കുന്നത്? ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്മേൽ നീതിയുക്തമായ തീരുമാനങ്ങൾ ഉണ്ടായതിന് ശേഷമോ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. എന്തിനു വേണ്ടി ഈ തിടുക്കം? എന്തിന് അപ്പോൾ തന്നെ കുറ്റാരോപിതനായിരുന്ന മുകേഷിനെ ആ കമ്മിറ്റിയിൽ വീണ്ടും സർക്കാർ പുലിവാലി പിടിച്ചു? അതുപോലെ തന്നെ കോൺക്ലേവ് എന്ന് പറഞ്ഞ് നമ്മുടെ ചെറിയാച്ചായ കുറേയൊക്കെ ഓടി നടന്നു. അത് ഈ CPM-ൻ്റെ ഒരു പുതിയ ഏർപ്പാടാണ്. വിപ്ലവം കൊണ്ടുവരുന്നതിന് മഹാസമ്മേളനങ്ങളും ലോകസമ്മേളനങ്ങളും കോൺക്ലേവുകളും ഒക്കെ നടത്തിയാൽ മതി എന്നാണ് കണ്ടുപിടുത്തം. അതാണ് ലോക മലയാള സമ്മേളനം, ലോക കേരള ചരിത്ര കോൺഗ്രസ്, അതുപോലെ നവോത്ഥാന മഹായോഗം, കേരളോത്സവം. ഇതൊക്കെ നടത്തലാണ് നമുക്ക് വിപ്ലവവും സോഷ്യലിസവും കൈവരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയെന്നാണ് ഇപ്പോൾ CPM കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പുതിയ നയം വേണം, അല്ലെങ്കിൽ നമ്മൾ മാർഗങ്ങൾ കണ്ടുപിടിക്കണം. അതിന് ഒരു കോൺക്ലേവ്, സിനിമ കോൺക്ലേവ് എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു. പക്ഷേ വേട്ടക്കാരനൊപ്പം ഇരുന്ന് ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് പെണ്ണൊരുത്തി നടി പാർവതി പറഞ്ഞതോടെ അച്ചായൻ്റെ കോൺക്ലേവ് ശൂന്നങ്ങ് ആവിയായിപ്പോയി. അങ്ങനെ ചെറിയാച്ചായൻ്റെ തുടർച്ചയായ ക്രൂരകൃത്യങ്ങൾ സർക്കാരിനെ ഒരു വല്ലാത്ത സ്പോട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു. അതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? സർക്കാർ അതൊന്ന് ചിന്തിക്കണ്ടേ? ഈ മണ്ടത്തരം കാണിച്ചിട്ട് എന്ത് കിട്ടി? ഇപ്പോൾ ഫെപ്ക പോലും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളുടെ എല്ലാം പേര് വിവരങ്ങൾ പുറത്തുവിടണമെന്നാണ്. ഈ ഫെപ്ക എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഈ സാങ്കേതിക വിദഗ്ധരുടെ, സംവിധായകരടക്കമുള്ളവരുടെ ഒരു സംഘടനയാണ്. വലിയ ശക്തിയുള്ള സംഘടനയാണ്. അമ്മ പോലൊക്കെ തന്നെ വലിയ സന്നാഹങ്ങളൊക്കെ ഉണ്ട്. അതിനെ നയിക്കുന്നത് ആരാ? അതിനെ നയിക്കുന്നത് CPM-ൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ മാനസ പുത്രന്മാർ തന്നെയാണ്. അവരിപ്പോൾ പറഞ്ഞിരിക്കുക പൂഴ്ത്തി വെച്ചിട്ടൊന്നും കാര്യമില്ല, ഈ പേരുകൾ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരണം. അതുപോലെ ബൃന്ദ കാരാട്ട്, ആനി രാജ, 100ഓളം വനിതാ ചിന്തകർ, ഇവരൊക്കെ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുക. അവരൊക്കെ പറയുന്നത് മുകേഷ് രാജിവെക്കണമെന്നാണ്. ഇടതുപക്ഷ MLA-യാണ്.
അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യമാണ് ഇവരൊക്കെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബൃന്ദാക്കാരാട്ട് പോലും വളരെ നിശ്ചിതമായ ഭാഷയിലാണ് ഈ സംഭവവികാസങ്ങളെ നോക്കിക്കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും CPM ഈ കാര്യത്തിൽ ന്യായയുക്തമായൊരു തീരുമാനമെടുക്കാൻ മടിച്ചു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ EP ജയരാജൻ LDFിൻ്റെ കൺവീനർ പറഞ്ഞത് മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ്. അതായത് ഇതുപോലെ 2 കോൺഗ്രസ് MLA പേരിൽ കേസുണ്ടായി. അപ്പോൾ അവരാരും രാജിവെച്ചില്ല. പിന്നെ എന്തിനാണ് മുകേഷ് രാജിവെക്കുന്നത്? എന്തൊരു നാണം കെട്ട ന്യായീകരണമാണോ? ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ സർക്കാർ ഇതുപോലൊരു നിലപാട് എടുക്കാമോ? മറ്റാരൊക്കെയോ എന്തൊക്കെയോ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നവരെ കുറ്റം ചെയ്താൽ, വൃത്തികേട് കാണിച്ചാൽ അതിനുമേൽ നടപടികളൊന്നും എടുക്കണ്ട എന്നാണോ CPM അല്ലെങ്കിൽ ഇടതു മുന്നണി കരുതിയിരിക്കുന്നത്? അതുകൊണ്ടൊന്നുണ്ടായി CPMഉം CPIയും 2 തട്ടിലായി എന്ന് മാത്രം. ഇവിടെ CPMന് സംഭവിച്ച തെറ്റെന്താണ്? ഇക്കാര്യത്തിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഈ വിഷയത്തിൽ പാർട്ടിക്ക് കൃത്യമായ ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പണ്ടൊക്കെ പാർട്ടി നിലപാടെടുക്കുന്നു, പാർട്ടി നയിക്കുന്ന സർക്കാരാണെങ്കിൽ ആ ഗവൺമെൻറ് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വാധീനം പാർട്ടിക്കില്ല, അല്ലെ പാർട്ടി നേതൃത്വത്തിനില്ല. പാർട്ടി പറയുന്നതല്ല സർക്കാരിൻ്റെ നയം. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ എന്ത് പറയുന്നുവോ അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ് വല്ലാതെ ചീഞ്ഞു തുടങ്ങിയെന്നറിഞ്ഞിട്ട് പോലും പാർട്ടിക്ക് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ഇടപെടാൻ സാധിച്ചില്ല. പണ്ട് പാർട്ടി നേതാക്കളും മന്ത്രിമാരും ഒക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരേ സ്വരത്തിൽ സംസാരിക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഓരോ മന്ത്രിമാർക്കും ഓരോ സാമ്രാജ്യമാണ്. വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടന്മാരായിട്ട് മാറുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന കാര്യത്തിൽ സജി ചെറിയാൻ ഒരഭിപ്രായം പറഞ്ഞപ്പോൾ മന്ത്രി ബാലഗോപാൽ മറിച്ചൊരു നിലപാടാണ് പരസ്യമായിട്ട് എടുത്തത്. മറ്റ് പല മന്ത്രിമാരും ഇതേക്കുറിച്ച് അവരുടെ മനോധർമ്മത്തിനനുസരിച്ച് ചില നിലപാടുകളോ അഭിപ്രായങ്ങളോ ഒക്കെ എടുക്കുകയുണ്ടായി. പണ്ടുകാലത്തൊക്കെ കേട്ടിട്ടുള്ളത് CPMന് ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളിൽ അപ്പോൾ നിലപാട് എടുക്കുന്നതിന് വേണ്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ അവൈലബിൾ സെക്രട്ടേറിയറ്റിനെയും കാണാനില്ല, അൺഅവൈലബിൾ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റിനെയും കാണാനില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു രസകരമായ കാര്യം, കുറേ കാലമായിട്ട് ഈ ചാനൽ ചർച്ചകളിൽ CPM അവരുടെ ഔദ്യോഗിക പ്രതിനിധികളെ വിടുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ 1-2 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ ഡ്യൂപ്പുകളെയാണ് അയക്കുന്നത്. പാർട്ടി തയ്യാറാക്കി കൊടുക്കുന്ന കാപ്സ്യൂളുകൾ അനുസരിച്ച് അവരെന്തെങ്കിലുമൊക്കെ പറയും. പലപ്പോഴും എതിരാളികൾ സ്കോർ ചെയ്യുകയും ചെയ്യും. ഇതിനിടയ്ക്ക് മറ്റൊരു തമാശ, നമ്മുടെ മന്ത്രി വീണ ജോർജ് പണ്ട് പത്രപ്രവർത്തകയായിരുന്നപ്പോൾ മുകേഷിൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ച്, അതായത് വിവാഹമോചനം ചെയ്യപ്പെട്ട ആദ്യ ഭാര്യയെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതിപ്പോൾ പൊന്തി വന്നിരിക്കുക. അതും നല്ല കുശാലായിട്ടുണ്ട്. എവിടെയോ നഷ്ടപ്പെട്ടു പോയ പാർട്ടിയെ കണ്ടെത്തി അതിനെ അതിൻ്റെ യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് CPMൽ ഇപ്പോൾ സംഭവിക്കേണ്ടത്.